ഹലോ, എല്ലാവർക്കും ആദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കിട്ടിലൻ സ്നാക്കാണ് തയ്യാറാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള പഴം വെച്ചുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഒരു ചീനച്ചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലോട്ട് ഒരു തേങ്ങയുടെ ഒരു ഹാഫ് പോർഷൻ നമ്മൾ നല്ലതുപോലെ ചിരകി ചേർത്ത് കൊടുക്കുക. അതിലോട്ട് ഒരു 1/4 ബൗൾ അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ പഞ്ചസാര ഒന്ന് മെൽറ്റാവുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2-3 സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് അവിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ബൗളോളം അവിലും അതുപോലെ തന്നെ നട്ട്സും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. കൂടാതെ ഇതിലോട്ട് നമുക്കെന്ന് വെച്ചാൽ പഴം കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നേന്ത്രപ്പഴം, ഒരു വലിയ നേന്ത്രപ്പഴമായിരുന്നു കേട്ടോ, അത് കുഞ്ഞായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, വേവിച്ചെടുക്കാം. നമ്മൾ ഈ പഴം കുടഞ്ഞ് വരുന്നവരെ നമ്മളത് എന്ത് ചെയ്യണം, ഇളക്കി കൊടുത്തൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടൊക്കെ വേവിക്കുകയാണെങ്കിൽ പഴം നല്ലതുപോലെ അതിൻ്റെ പെർഫെക്ഷനിലൊന്നും വരത്തില്ല. പിന്നെ ഇതിലോട്ട് നമുക്ക് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇച്ചിരിയും കൂടെ ഹെൽത്തി ആയിരിക്കും കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റോളം ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ പഴമൊക്കെ നല്ലതുപോലെ വെന്ത് വരും. പഴവും അവിലും എല്ലാം കൂടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. നമ്മൾ ഇതേപോലെ ഒരു തവി എടുത്ത് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഉടച്ചതിന് ശേഷം നമുക്ക് കുഴച്ച് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേ രീതി ഉടച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാറണം കേട്ടോ. നല്ല ചൂടിലൊന്നും നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കാനൊന്നും കഴിയത്തില്ല. ഇനി എന്ത് ചെയ്യണം, ഇതിലോട്ട് ആവശ്യമായ ബ്രെഡ് ക്രംസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 5 ബ്രെഡ് നല്ലതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഒരു കുഞ്ഞിളം ചൂടോടെ ഞാനിതൊന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഞ്ഞു ബോൾ വേണോ വലിയ ബോൾ വേണോ അതിനനുസരിച്ച് തയ്യാറാക്കിയെടുക്കുക. ഞാൻ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി തയ്യാറാക്കിയെടുക്കുന്നത്. ഇതുപോലെ കുഞ്ഞു ബോൾസാക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കണം. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇതേ രീതിയിലൊക്കെ സ്നാക്ക് നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും കേട്ടോ. വളരെ ഹെൽത്തി ആയൊരു സ്നാക്കാണല്ലോ. അപ്പോൾ ഞാൻ എല്ലാ ബോൾസും ഇതേ രീതിയിൽ ബ്രെഡ് ക്രംസിൽ ഇതേ രീതിയിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഇതേ രീതിയിൽ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോൾസ് ഇതിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. ഞാനിവിടെ ഒരു 5-6 ബോൾസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ടത് കൊണ്ട് തന്നെ ഒരു കരിയാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം വേണം ബോൾസ് ഇടാൻ. എന്നിട്ട് പെട്ടെന്ന് ഇളക്കി നമ്മൾ എന്ത് ചെയ്യണം, ഈ ബോൾസ് നമ്മൾ വേവിച്ചെടുത്ത് നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റേണ്ടതാണ് കേട്ടോ. 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മൾ പെർഫെക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യും, കളർ ചേഞ്ച് വരികയും ചെയ്യും, വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തയ്യാറാക്കാവുന്ന സ്നാക്കാണ് കേട്ടോ. ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, ബാക്കിയുള്ള ബോൾസ് നമുക്ക് ഫ്രൈ ചെയ്തങ്ങ് എടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്യാതെയൊക്കെ കഴിക്കാം കേട്ടോ. ഫ്രൈ ചെയ്താൽ കഴിക്കാൻ ടേസ്റ്റാണ്, പക്ഷേ ഇതേ രീതിയിൽ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ബാച്ച് ബോളും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ബാക്കി ഉണ്ടായിരുന്ന ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ബോളൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ ഇച്ചിരി അട്രാക്റ്റീവാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ തന്നെ കഴിക്കാനും തോന്നും. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കുക.
തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കിട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.